Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good Good afternoon, ma'am. Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര വരെ എടുത്ത് നിർത്തിയത്? നെഗോഷിയേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരെയാണ് നമ്മൾ എടുത്തത്. ഒബ്ജക്റ്റീവ്സ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. നെക്സ്റ്റ് ആ പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ വരെ നമുക്ക് തുടങ്ങണം അല്ലെ? തുടങ്ങണം. ഓക്കെ. ഓക്കെ, പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ 3 ഫേസസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസസ് എന്ന് പറയുന്നത് പ്രീ നെഗോഷിയേഷൻ ഫേസ് ആണ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് മീറ്റിംഗ് ഫേസ്. തേർഡ് ഫേസ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസസ് ആണ് തേർഡ് ഫേസസ് ആയിട്ട് പറയുന്നത്. ഇനി നോക്കാം പ്രീ നെഗോഷിയേഷൻ ഫേസ്, അതായത് ചർച്ചയ്ക്ക് മുമ്പുള്ള ഫേസ് ആണ് എന്ത് ഈ പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് 5 സ്റ്റെപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? കറക്റ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ, അല്ലെ? മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫോർമേഷൻ അറിയണം. അതുപോലെ തന്നെ എന്താണ്? അനാലിസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫോർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. നമുക്കറിയാം നമ്മുടെ ടെൻഡേഴ്സ് ഇപ്പോ എന്താ പറയാം, ഈ ക്ലാസിക് ഈ പേപ്പറിലൊക്കെ നമ്മൾ കാണും ടെൻഡറുകൾ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. നിങ്ങള് ടെൻഡർ വിളിക്കുന്നു ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? കാണാത്തവരൊക്കെ പേപ്പറൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയൊക്കെ വാങ്ങിക്കാം കേട്ടോ. എന്താണ് നമുക്കതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സപ്ലയറെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും അല്ലേ? ഇഷ്ടമുള്ള മെറ്റീരിയൽസ്, ഇഷ്ടമുള്ള റേറ്റിന്, അതുപോലെ തന്നെ പ്രൈസിന് ഇതൊക്കെ തരുമോ ഇല്ലയോ എന്നുള്ള നമുക്ക് ഇഷ്ടമുള്ള യോജിച്ചതായിട്ടുള്ള സപ്ലയറെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോ എന്താണ് നമുക്ക് എന്താണ് ടെൻഡറുമായിട്ടുള്ള ഇൻഫോർമേഷൻ അടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുന്നു. അതായത് ലാർജ് സ്കെയിൽ ഓഫ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ടെൻഡറുകളാണ് കൊടുക്കുന്നത്. അപ്പൊ ടെൻഡറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാറ് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ കരാർ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ടെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കരാറ് തന്നെയാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ഡിഫൈൻഡ്, ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. ഇനി എന്താണ് എത്രത്തോളം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മുൻപോട്ട് പോകാനായിട്ട് ഈ കരാറുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് തേർഡ് ഇതിൽ പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്. ഇനി ഇങ്ങനെ ടെൻഡറുകൾ ക്ഷണിച്ചു കരാറിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസ് ഈ എന്താണ് ഈ പ്രൊഡക്ഷന് വേണ്ടതായിട്ടുള്ള സ്ട്രാറ്റജീസുകൾ അല്ലെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് പ്രിലിമിനറി ടാക്ടിക്സ്. ടാക്ടിക്സ് എന്ന് പറഞ്ഞാലും തന്ത്രങ്ങൾ തന്നെയാണ്. നിങ്ങൾ കിങ് ലെയർ കണ്ടിട്ടുണ്ട്? കിങ് ലെയർ ദിലീപിന്റെ പടം, ദിലീപിന്റെ ഫിലിം കണ്ടിട്ടുണ്ടാവും. കിങ് ലെയറില് അവര് എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള തന്ത്രം അവര് മെനയുന്നുണ്ട്. എന്താണ് അറിയോ ഇത് എന്താണെന്നുള്ളത്? കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോ ഓർമ്മയുണ്ടാവും. പേസ്റ്റ് വിൽക്കാനായിട്ട് അല്ലെ, ക്രീമോ പേസ്റ്റോ അറിയില്ല എന്താണെന്നുള്ളത്, മിസ്റ്റർ അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പൊ പേസ്റ്റ് ആയിരിക്കാം. അപ്പൊ അതെന്താണ് ഇപ്പൊ 1 മാസം കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ആണെങ്കിൽ അത് 1/2 മന്ത് കൊണ്ട് നമുക്ക് പിന്നെ എങ്ങനെ അതിന്റെ ഹോള് വലുതാക്കിയിട്ട് അപ്പോ അതിൽ നിന്ന് വരുന്ന അതിന് പുറത്തേക്ക് വരുന്ന അത് കൂടും അല്ലെ. ഓപ്പണിംഗ് വാൽവ് എന്ത് ചെയ്യുന്നത് അത് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേസ്റ്റ് പുറത്തേക്ക് വരുന്നതിന്റെ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടും അല്ലെ. അപ്പൊ ആളുകൾ അത് യൂസ് ചെയ്ത് 1 മന്ത് കൊണ്ട് യൂസ് ചെയ്ത പേസ്റ്റ് ആണെങ്കിൽ 1/2 മന്ത് കൊണ്ട് അത് ഫിനിഷ് ആകും. പിന്നീട് പിറ്റേ ദിവസം തൊട്ട് എന്ത് ചെയ്യും? പിന്നെയും പേസ്റ്റ് വാങ്ങിക്കും അല്ലെ. അപ്പൊ 1 മാസം 2 പേസ്റ്റ് ആണ് ആളുകൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ 2 പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ മാർക്കറ്റിംഗ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതാണ് പ്രിലിമിനറി ടാക്ടിക്സ് എന്ന് പറഞ്ഞ പ്രാഥമിക തന്ത്രങ്ങൾ.
ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റെപ്പുകളാണ് പ്രീ നെഗോഷിയേഷൻ ഫേസിലുള്ളത്. മാർക്കറ്റിനെ കുറിച്ച് അറിയാം, അതുപോലെ തന്നെ അനാലിസിസ് നടന്ന ടെൻഡേഴ്സുമായിട്ട് എന്താണ് മറ്റുള്ള ടെൻഡേഴ്സുമായിട്ടുള്ള ഇൻഫർമേഷൻ അടങ്ങുന്ന ഇത് വിശകലനം ചെയ്യാം. നമ്മളെ ഏത് സപ്ലയറിനെ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ടെൻഡർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്തു, മാക്സിമം നമുക്ക് എത്രത്തോളം മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. ഇനി ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, പ്രിലിമിനറി ടാക്ടിക്സ് മെനഞ്ഞെടുക്കുക. ഇത്രയുള്ളൂ ഇതിനകത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മീറ്റിംഗ് ഫേസ്. മീറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? will not be completed in one meeting. ഒരു മീറ്റിംഗ് കൊണ്ട് അല്ലെങ്കിൽ മീറ്റിംഗ് കൊണ്ട് നമുക്ക് എന്താണ് അത് കംപ്ലീറ്റ് ആകുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, മീറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാല് 3 രീതിയിലുണ്ട്. നമുക്ക് ഡിവൈഡഡ് ഇൻടു 3: എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. ഇനി എന്താണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ? Two parties introduce themselves and information analyzed. ഇത് ചെയ്യുന്നുണ്ട് 2 പാർട്ടീസ്. ഇപ്പൊ ഒരു കരാറിൽ ഏർപ്പെടുന്ന അത് 2 പാർട്ടീസ് ആണ് അല്ലെ, ബയർ ഉണ്ടാവും സെല്ലർ ഉണ്ടാവും അല്ലെ. അപ്പൊ 2 പാർട്ടീസും തമ്മിൽ അവരുടെ ഇൻഫർമേഷൻസ് അവരെ സ്വയം പരിചയപ്പെടുത്തുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ വരുന്നത്. അവര് സ്വയം പരിചയപ്പെടുത്തി ഇൻഫർമേഷൻസ് വിശകലനം ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡിസ്കഷൻ മീറ്റിംഗ്. ഇഷ്യൂസ് ഡിസ്കസ്ഡ്, അതായത് പ്രധാന വിഷയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. എനിക്ക് ഇന്ന ക്വാണ്ടിറ്റിയില് ഇത്ര എണ്ണം തരണം, അങ്ങനെയുള്ള അവരുടെ ഡിസ്കഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പ്രധാന വിഷയത്തെ കുറിച്ച് അവര് ഡിസ്കസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എഗ്രിമെന്റ് മീറ്റിംഗ്. Agreement reached under and the contract is signed by both the parties. എന്താണ്? എഗ്രിമെന്റിൽ അവർ ഏർപ്പെടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ എഗ്രിമെന്റിൽ അവര് സൈൻ ചെയ്യുന്നു അല്ലെ. 2 പാർട്ടീസും സമ്മതമാണെങ്കിൽ എന്ത് ചെയ്യുന്നു? 2 പാർട്ടീസും എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു. അതാണ് എഗ്രിമെന്റ് മീറ്റിംഗിൽ പറയുന്നത്. അപ്പോ മീറ്റിംഗ് ഫേസിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു മീറ്റിംഗ് കൊണ്ട് അത് കംപ്ലീറ്റ് ആവുന്നില്ല. 3 രീതിയിലുള്ള ഫേസസ് ആണ് അവിടെ ഉള്ളത്. 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് ഉണ്ട്, അതായത് അവര് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാന വിഷയത്തെ കുറിച്ച് അവര് എന്ത് നടത്തുന്നു? ചർച്ചകൾ അല്ലെങ്കിൽ ഡിസ്കഷൻ നടത്തുന്നു അല്ലെ. പിന്നെ എന്താണ് എഗ്രിമെന്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാല് എഗ്രിമെന്റിൽ ഏർപ്പെടുകയും സൈൻ ചെയ്യുന്നു അല്ലെ. എഗ്രിമെന്റില് 2 പേർക്കും സമ്മതമാണെങ്കിൽ അവര് സൈൻ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, എക്സിക്യൂട്ടീവ് ഫേസ് എന്നാണ് പറയുന്നത്. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു, എന്താണ്? എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു അല്ലെ. ഇനി ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത് നോക്കിയേ. ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കും അല്ലെ. സപ്ലയർക്ക് എന്ത് ചെയ്യും? ഇത്ര ദിവസം ഇത്ര എണ്ണം എനിക്ക് വേണം, എത്തിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ഓർഡർ കൊടുക്കും. ഇൻസ്പെക്ഷൻ അറ്റ് സോഴ്സ്. ഇനി നമ്മള് എന്താണ് ഇപ്പൊ സോഴ്സസ്, ഇപ്പൊ മെറ്റീരിയൽസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഗോഡൌൺ അല്ലെങ്കിൽ അവരുടെ ഓഫീസൊക്കെ പോയിട്ട് നമ്മൾ സന്ദർശിച്ചിട്ടാണ് നമ്മൾ ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇല്ലേ. ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പോ വീട്ടിലേക്കൊക്കെ നമ്മളിപ്പോ ടൈൽസ് ഒക്കെ എടുക്കുന്നത്, ഈ ടൈലൊക്കെ ഇടില്ലേ, മാർബിളോ ഗ്രാനൈറ്റ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതില്ല. അപ്പൊ അങ്ങനെ ഇടുമ്പോ നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യും അല്ലെ. നമ്മൾ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഇല്ലേ. അപ്പൊ അതുപോലെ തന്നെ അവരുടെ ഗോഡൌൺ കാര്യങ്ങളൊക്കെ നമ്മൾ അതെ വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അതാണ് ഇൻസ്പെക്ഷൻ അറ്റ് ദി സോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താ? ടു റിസീവ് ദ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർസ്. അതുപോലെ തന്നെ എന്താണ്? നിങ്ങളുടെ എന്താണ് ഈ സ്റ്റോറുകളില് എന്താണ് സ്വീകരിക്കുന്നു അല്ലെ. നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്റ്റോറിൽ നിന്ന് ഐറ്റംസ് കൊണ്ടുവരുമ്പോ അത് റിസീവ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രീമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അത് നമ്മള് സൂക്ഷ്മ പരിശോധന നടത്താറുണ്ട് അല്ലെ. പരിശോധിക്കാറുണ്ട്, ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട് അല്ലെ. ഡാമേജ് ഉണ്ടോ,
അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിലാണോ? ചിലപ്പോ നമ്മള് ഒരു 10 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 കൊണ്ടുവരും ഇല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ 10 കൊണ്ടുവന്നിരിക്കുന്നത് കറക്റ്റ് ഓർഡറിലാണോ? ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ 10 പറഞ്ഞ ചിലപ്പോൾ 8 കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ കുറവാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് കറക്റ്റ് ആയിട്ടാണോ, ഡാമേജ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. കറക്റ്റ് ഓർഡറിലാണ്, കറക്റ്റ് ആണ്, ഡാമേജ് ഒന്നുമില്ല. അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അല്ലാത്തത് ഇപ്പൊ ഡാമേജ് ഉണ്ട് അല്ലെ, പൊട്ടിയത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെ? പൊട്ടിപ്പൊടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ഡാമേജ് ഉള്ള ഗുഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും, റിജക്ട് ചെയ്യുന്നു. ഇനി റെക്കോർഡ് ഇൻ ദ സ്റ്റോക്ക് രജിസ്റ്റർ. ഇനി ആക്സെപ്റ്റ് ചെയ്തതിന്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഇൻസ്റ്റാളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഫോർ സ്റ്റോറിംഗ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വിലപിടിപ്പുള്ള ഐറ്റംസ് ആണ് അല്ലെ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇപ്പോ ഹോസ്പിറ്റലാണെങ്കിൽ സ്കാനിങ് മെഷീൻസ്, അതുപോലെ പല ഇപ്പൊ ഓട്ടോക്ലേവിംഗ് അങ്ങനെയുള്ള മെഷീൻസുകളൊക്കെ ഉണ്ടാവില്ലേ? അതിനെയാണ് നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ വില കൂടിയ ഐറ്റംസുകൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സിനെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് കൊടുക്കുന്നു. സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ലാസ്റ്റ് സ്റ്റേജിൽ അല്ലെ, പ്രീ നെഗോഷിയേഷൻ സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കി ഇത്രയും കാര്യങ്ങള്.
വായിച്ചില്ലേ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. പർച്ചേസിംഗ് പ്രൊസീജിയർ. ഓക്കെ, പർച്ചേസിംഗ് നടത്തുന്നതിന്റെ പ്രൊസീജിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പർച്ചേസിംഗ് റിക്വസിഷൻ റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അവിടെ. യൂസർ നോക്കാം. യൂസർ ഡിപ്പാർട്ട്മെന്റ് to the purchasing department. It consists of a quantity of a material, specification of a material, date in which the item should be received. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അഭ്യർത്ഥന നടത്തും അല്ലെ. ആദ്യം നമ്മൾ പർച്ചേസ് റിക്വസിഷൻ അല്ലെ അഭ്യർത്ഥന നടത്തും, ആവശ്യപ്പെടും അല്ലെ. എന്താണ് ഈ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സിനെയാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഹോസ്പിറ്റലില്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇന്നത് വേണം, ഞങ്ങൾക്ക് ഇന്നത് വേണം, ആവശ്യമുണ്ട്, എത്ര എണ്ണം ആവശ്യമുണ്ട് എന്നൊക്കെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥന നടത്തും അല്ലെ. അപ്പോ പർച്ചേസിംഗ് ഈ അഭ്യർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൺസിസ്റ്റ് ഓഫ് നോക്കിയ ക്വാണ്ടിറ്റി എത്ര എണ്ണം വേണം എന്നുള്ളത്, സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് ഓരോ സ്പെസിഫൈ ചെയ്ത ഓരോ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഇന്ന മെറ്റീരിയല് ഇന്ന ഐറ്റംസ് ഞങ്ങൾക്ക് വേണം, ഇനി ഡേറ്റില് ഇത്രാമത്തെ ഡേറ്റിൽ അല്ലെങ്കിൽ ഇത്രാം തീയതി തന്നെ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അവര് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ അഭ്യർത്ഥന നടത്തി. ഇനി എന്ത് ചെയ്തു? പർച്ചേസ് എൻക്വയറി. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അന്വേഷിക്കാൻ തുടങ്ങും അല്ലെ. ഇന്ന ഡേറ്റില് ഇന്ന സാധനം ഞങ്ങൾക്ക് കിട്ടോ ഇല്ലയോ, സപ്ലയറൊക്കെ നമ്മൾ തേടും അല്ലെ. ഓക്കെ, ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ include lead time, quantity and specification. Purchase department എന്ത് ചെയ്യുന്നുണ്ട്? ലീഡ് ടൈം നോക്കും, ക്വാണ്ടിറ്റി നോക്കും, സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഏത് സപ്ലയറെ ആണോ നമുക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഡീലർ ചെയ്യുന്ന ആള് ഏതാണോ, ഏത് സപ്ലയർ ആണോ നമ്മുടെ രീതിക്ക് നിൽക്കുന്നത് എന്നുള്ള ആളെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു. പിന്നെ എന്താ? Quotations from supplier to the purchase department include price of materials and quantity. നമ്മൾ പറഞ്ഞിരുന്നു പേപ്പറിലൊക്കെ ഇങ്ങനെ പല പല കൊട്ടേഷൻസ് ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള തൊട്ടടിയിലത്തെ പോയിന്റുകളിൽ നോക്കാം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പല പല കൊട്ടേഷൻസുകൾ നമ്മൾ കാണും. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് യോജിച്ച സപ്ലയർ ആരാണോ എന്നുള്ളത് നോക്കി സെലക്ട് ചെയ്യുന്നു. ഓരോ ടെൻഡേഴ്സുകൾ ഉണ്ടാവും കേട്ടോ, ഓരോ കൊട്ടേഷൻസുകൾ ഉണ്ടാവും. ആ കൊട്ടേഷൻസുകൾ നോക്കി കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും യോജിച്ച ആളെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ഓർഡർ കൊടുക്കും ഇല്ലേ. ഓക്കെ, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം റിക്വസിഷൻ അഭ്യർത്ഥന നടത്തി, ഇനി എൻക്വയറി അന്വേഷിച്ചു, ഇനി പല നമ്മള് കൊട്ടേഷൻസുകൾ നോക്കി കമ്പയർ ചെയ്ത് നമുക്ക് യോജിച്ച ആളെ നമ്മൾ സെലക്ട് ചെയ്തു, സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ആൾക്ക് എന്ത് കൊടുക്കണം? ഓർഡർ കൊടുക്കണം. എന്നാലേ നമുക്ക് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ ഇല്ലേ. അപ്പൊ ഓർഡർ കൊടുക്കാനായിട്ട് നോക്കിയേ, ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ആരൊക്കെ തമ്മിലാണ്? സപ്ലയറും അതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാട്ടോ. The purchase order is a document created by the buyer. അപ്പൊ ബയർ ആണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഞാനാണെങ്കിൽ ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇന്ന സാധനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബയർ ആണ്, ഞാനാണ് കൊടുക്കുന്നത്, ഓർഡർ കൊടുക്കുന്നത്. And so the purchase of ordering goods from the supplier. Okay. ഇനി എന്താ? Every purchase order should contain in the correct date. പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള ആ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കി, കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റൽ, സപ്ലൈസ് എന്തൊക്കെ വേണം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, പ്രൈസ് ഓഫ് ദി ഐറ്റം, അതുപോലെ ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇത് ക്യാഷ് പേയ്മെന്റ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ എന്നുള്ളത്, മോഡ് ഓഫ് പേയ്മെന്റ് ക്യാഷ് ആണോ ചെക്ക് ആണോ എന്നുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് ഓതറൈസ്ഡ് പേഴ്സൺ. ഓതറൈസ്ഡ് പേഴ്സൺ ആരാണോ അയാളുടെ സിഗ്നേച്ചറും അതിനകത്ത് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുണ്ടാക്കുന്നത്. പർച്ചേസ് ഓർഡറിലുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസ് ഓർഡറിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം.
ഇനി നെക്സ്റ്റ് ആണ് ഇൻവോയ്സ് ഓർ ബിൽ. എന്താണ് ഇൻവോയ്സ് ബിൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇൻവോയ്സ് ബില്ല്. എന്താ ഇൻവോയ്സ് ബില്ല്? ഓർമ്മയുണ്ടോ? നമ്മൾ എവിടെയാ പഠിച്ചേ? ഉണ്ടോ? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല പാവങ്ങള് അല്ലെ. വാല്യൂല് പഠിച്ചിട്ടുണ്ട്. വാല്യൂലാണോ നമ്മൾ പഠിച്ചേക്കണ? എവിടെയാ നമ്മൾ പഠിച്ചേക്കണ? വാല്യൂലാണോ? എവിടെയാ? ഇവിടെ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ടൈപ്സ് ഓഫ് പർച്ചേസിംഗ് ഹോസ്പിറ്റൽ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഉണ്ട്, ഉണ്ടല്ലേ. എവിടെയാ? ഏത് പർച്ചേസിലാണ് നമ്മൾ പഠിച്ചിരിക്കണേ? ലോക്കൽ ആണോ? പർച്ചേസ് ഫ്രം സപ്ലയർ ആണോ? ഇമ്പോർട്ട് പർച്ചേസിലാണോ പഠിച്ചേക്കണേ? എവിടെയാണ്? അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എവിടെയാണ്? തപ്പിപ്പിടിച്ച് വായിക്കണ്ട. വായിക്കുന്നുണ്ടാവില്ല എല്ലാവരും. എവിടെയാ? പർച്ചേസ് ഫ്രം സപ്ലയർ. എന്താണ് ഇൻവോയ്സ് ബിൽ എന്ന് പറഞ്ഞാല്? എന്താണ് ഇൻവോയ്സ് ബിൽ? എന്തായിരിക്കാം ഇതിൽ പറഞ്ഞിരുന്നത്? ഡീറ്റെയിൽഡ് ബില്ലാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ബില്ലാണ്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും അല്ലെ. അത് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി. ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ. ഓക്കെ, ഇൻവോയ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? സപ്ലയർ ആണ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത് ബയ്യറും ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സപ്ലയറുമാണ്. അണ്ടർലൈൻ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതൊരു കണക്ഷൻ വെച്ചിട്ട് പഠിക്കാം. ആൻഡ് ഇറ്റ് ഷോസ് ഹൗ മച്ച് ബയർ requires to pay for goods bought from the supplier. ഇനി സപ്ലയർക്ക് നമ്മൾ എത്ര പൈസ കൊടുക്കണം അല്ലെ, എത്ര രൂപ നൽകണം എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇൻവോയ്സ് ബില്ലിൽ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ഓർഡറിൽ വരുന്നത്. Given by the suppliers to the purchase department when the item is distributed, the bill are cleared by the finance or account department. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലയർ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് എല്ലാ സാധനങ്ങളും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു ബില്ല് പ്രകാരം. അപ്പൊ ബില്ല് നമ്മൾ ക്ലിയർ ചെയ്യുന്നു അല്ലെ, ഹോസ്പിറ്റൽ കാര്യത്തിൽ ക്ലിയർ ചെയ്യുന്നു. അക്കൗണ്ട് ഓർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് അവരാണ് ക്ലിയർ ചെയ്യുന്നത്. അവര് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വായിച്ചോക്കേ. ചുമ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴാണ് വരാന്ന് അറിയാൻ പറ്റില്ല. ഈ തൊണ്ട കുത്തി ചുമയില്ലേ, തൊണ്ട കുത്തിൽ വന്നു കഴിഞ്ഞാൽ പടിപാളും. അത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ചുമ കുറഞ്ഞു, എന്നാലും ഉണ്ട്, മാറിയിട്ടില്ല, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അലർജി ഉണ്ട്, പൊടിയുടെ അലർജി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ബസ്സിനൊക്കെ പോകുമ്പോ പൊടിയൊക്കെ ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് അതാണ്. അതെ, പൂർണ്ണമായിട്ട് മാറില്ല. അതെ അതെ. മാസ്ക് വെക്കണം. മാസ്ക് വെച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പൊ പകുതി ആശ്വാസമുണ്ട്. മാസ്കും കൂടി വെച്ചില്ലെങ്കിൽ അത് അയച്ചുകഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് നോക്കിയേ. Entire purchasing procedure divided into 3.
നമ്മള് ഈ ഇവിടെ പറഞ്ഞില്ലേ, ഈ പ്രൊസീജിയർ തന്നെ ഇവിടെ ചുരുക്കി പറയുന്നതാണ്. ഈ പ്രൊസീജിയർ ഇവിടെ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെ ചുരുക്കി പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, പ്രീ പർച്ചേസ് സിസ്റ്റം. ഓക്കെ, നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? അഭ്യർത്ഥന കൊടുക്കും, എൻക്വയറി നടത്തുന്നു, റിസർവിംഗ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇനി ഓർഡറിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സപ്ലൈ സെലക്ട് ചെയ്തിട്ട് ഓർഡർ കൊടുക്കുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. ഇനി പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തിൽ എന്താണ്? റിസീവ് ചെയ്യുന്നു അല്ലെ, മെറ്റീരിയൽസ് റിസീവ് ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നു, ആൻഡ് പേയ്മെന്റ് ഓഫ് ബില്ല്, നമ്മൾ ബില്ല് ക്ലിയർ ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നതിന്റെ അതിന്റെ ഒരു ചുരുക്ക രൂപമാണ് 3 പ്രൊസീജിയറിലൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയി? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. നമ്മൾ പറഞ്ഞിരുന്നല്ലേ തൊട്ട് മുൻപ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്താണെന്ന് പറഞ്ഞിരുന്നോ നമ്മള്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്താണെന്ന് പറഞ്ഞത്? എന്താ ക്യാപിറ്റൽ എക്യുപ്മെന്റ്? എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്? എക്സാമ്പിൾ പറയാൻ പറ്റോ? വില പിടിപ്പുള്ള അല്ലെങ്കിൽ വില കൊടുത്ത്, വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ്, എക്യുപ്മെന്റ്സുകളെയാണ് നമ്മള് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. സ്കാനിങ് മെഷീൻസ് ഒക്കെയാണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോ അത് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ഇല്ലേ, ഒരു പ്രധാന നിക്ഷേപം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? എന്താണ്, വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ കുറെ നാൾ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഇല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു 8 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചു. അതെന്താണ്, സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു എന്താ പറയാ, ഒരു നിക്ഷേപമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് റിപ്പയർ ചെയ്യാനും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാനേ നേരുണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ളൊരു വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കാർ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് വർഷങ്ങൾ ഓടാൻ സാധ്യതയുണ്ട് അല്ലെ? അങ്ങനെ നമുക്ക് റിപ്പയേഴ്സോ മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതെ, ന്യൂ വൺ ആയതുകൊണ്ട് തന്നെ എന്താണ്, അത് നല്ല രീതിയിൽ ഓടാനായിട്ട് അല്ലെങ്കിൽ കുറെ വർഷങ്ങളോളം നല്ല രീതിയിൽ ഒരു കേടുപാട് കൂടാതെ ഓടിക്കാനായിട്ട് അല്ലെ? ഓടിക്കുമ്പോ പിന്നെ ശ്രദ്ധിക്കണം, തട്ടിമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി പാടണം അവിടെ അല്ലെ? അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കുറെ നാളുകൾ നമുക്ക് നിക്ഷേപം എന്ന് പറയാനായിട്ട് പറ്റും. പിന്നെന്താ, നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്. നമുക്ക് എന്താണ്, അതെ, നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് എന്ന് പറഞ്ഞാല് എന്താണ്, നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോ ഒരാഴ്ച ഒരു മിഷൻ വാങ്ങിച്ചു, പിന്നെയും അടുത്ത ആഴ്ച ആ മിഷൻ തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും നമുക്ക്? അങ്ങനെ ആവശ്യമുണ്ടോ വാങ്ങിക്കേണ്ട? ഇല്ല. എന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അത് കുറെ നാൾ നിലനിൽക്കും അല്ലെ? ആ മിഷൻ അടുത്ത ആഴ്ച വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ എന്താണ്, പ്രവർത്തനം എപ്പോഴാണോ നിൽക്കുന്നത് അപ്പൊ മാത്രം നമ്മൾ പുതിയത് വാങ്ങിച്ചാൽ മതി. അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെ? നമ്മൾ വീട്ടിലായാലും പുതിയൊരു TV നമ്മൾ ഈ ആഴ്ച വാങ്ങിച്ച് പിന്നെയും 1 മാസം കഴിയുമ്പോൾ പുതിയൊരു TV വാങ്ങിക്കോ? ഇല്ല. അതിന്റെ പ്രവർത്തനം എപ്പോഴാണോ നിൽക്കുന്നത്, അത് എപ്പോഴാണോ ബ്രേക്ക് ഡൗൺ ആകുന്നത് അപ്പോഴാണ് നമ്മൾ പുതിയൊരു TV വാങ്ങിക്കുള്ളൂ ഇല്ലേ? പിന്നെന്താ, ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇപ്പോ ഓർത്തോപെഡിക് മെഷീൻസ്, അതുപോലെ തന്നെ സ്കാനിങ് മെഷീൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അത് എന്താണ്, ഹോസ്പിറ്റലിലെ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും മേജർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് എന്താണ്, വളരെ വിലപിടിപ്പായത് കൊണ്ട് തന്നെ മേജർ ഓപ്പറേഷൻസിനൊക്കെ സഹായകമാണ്. In the case of a financial or accounting terms,
capital equipment is called fixed asset. Commerce students അറിയാൻ പറ്റും capital equipments എന്ന് പറഞ്ഞാല് അക്കൗണ്ടിങ് ടേംസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസിൽ നമ്മൾ പറയുന്നതാണ് എന്ത് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തി അല്ലെ. ഒരു ഫിക്സഡ് അസറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് കുറെ നാൾ നിലനിൽക്കുന്നുണ്ടല്ലേ, സ്ഥിരമായിട്ടുള്ള ഒരു ആസ്തിയാണെന്ന് പറയാൻ പറ്റും ഇല്ലേ? ആണോ? ഇപ്പൊ സ്റ്റുഡൻസ് ഒന്നും ഇല്ലേ നമ്മുടെ ക്ലാസ്സില്? ഇല്ല, ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു അക്കൗണ്ടിങ് ടേംസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസിൽ പറയുന്നത് ഫിക്സഡ് അസറ്റ് എന്നാണ്. അതെ, ഗോൾഡ് ഒക്കെ പോലെ സ്ഥിരമായിട്ടുള്ള ഒരു ആസ്തിയാണ്, നമ്മൾ സുരുക്കൂട്ടി വെക്കുന്ന ഒരു ആസ്തിയാണ് ഗോൾഡ്, ലാൻഡ് അല്ലെ, കാര്യം. അപ്പോ അത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ വരുന്നത് കേട്ടോ. മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നോൺ റിപ്പീറ്റീവ് നേച്ചർ ആണ്, അതുപോലെ മേജർ ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ടേംസിൽ എന്ന് പറയുന്നുണ്ട് ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് 4ാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ അക്കൗണ്ടിങ് ടേംസിൽ പറയുന്ന പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്, ഫിക്സഡ് അസറ്റ്. Hospital equipment management consists of 5 points. Okay, planning of equipment, purchasing of equipment. അത് പ്ലാൻ ചെയ്യും അല്ലെ, പിന്നെ അത് പർച്ചേസിങ് നടത്തും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഉപയോഗിക്കുക, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്, ഡിസ്കാർഡിങ് നിരസിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ, നിരസിക്കുക, ഡിസ്കാർഡിങ് ഓഫ് എക്യുപ്മെന്റ്സ്. ഇനി ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. എന്താണ് പ്ലാനിങ് ദ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്? ടു ചൂസ് ദ ആൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ഫെൽറ്റ് നീഡ്. എന്താണ് പ്ലാനിങ് ദ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് പല മാർഗങ്ങളിലൂടെ മികച്ച സപ്ലൈസിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് അതിൽ പറയുന്നത് കേട്ടോ. പ്ലാനിംഗ് എക്യുപ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, പല മാർഗങ്ങളിലൂടെ മികച്ച സപ്ലൈസിനെ തിരഞ്ഞെടുക്കുക. ഇനി രണ്ടാമത് നോക്കിയേ, പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ്. 9 മേജർ സ്റ്റെപ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ഡിമാൻഡ്. എന്താണ് ഫോർകാസ്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാല്? മുൻകൂട്ടി കാണുക അല്ലെ, ആവശ്യങ്ങള് മുൻകൂട്ടി കാണുക. ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും അല്ലെ. ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകണം വീട്ടിലേക്ക്, അപ്പൊ എന്താണ്, ചിലപ്പോ പഴയ ഫ്രിഡ്ജ് ആയിരിക്കാം, പഴയതായി. അപ്പൊ കുറെ നാളായി പറയുന്നത് പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കണം, പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കണം. അപ്പൊ ചിലപ്പോ എന്താണ്, നമ്മുടെ അപ്പന്മാര് എന്താണ് അച്ഛന്മാരൊക്കെ എന്താണ് ഇങ്ങനെ എന്താ വാങ്ങിക്കാം എന്ന് പറയല്ലാതെ ചിലപ്പോ അവര് വാങ്ങിക്കാറില്ല അല്ലെ. ക്യാഷിന്റെ ടൈറ്റോ അല്ലെങ്കിൽ ക്യാഷിന്റെ പ്രോബ്ലം ഒക്കെ കൊണ്ട് ആയിരിക്കാം വാങ്ങിക്കാറുണ്ട് അല്ലെ. ചില അച്ഛനമ്മമാര് അങ്ങനെയാണല്ലേ, അമ്മമാര് ഫോഴ്സ് ചെയ്യും, പക്ഷെ എന്താണ് അപ്പന്മാര് അങ്ങനെയാണ് അല്ലെ. അപ്പൊ അവര് എന്താണ് ഇങ്ങനെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തളർത്തിയിടൂന്ന് പറയാറില്ല, ഇങ്ങനെ വാങ്ങിക്കാം, ഓക്കെ വാങ്ങിക്കാലോ, പക്ഷെ എന്താണ് വാങ്ങിക്കുന്നത് ഒന്നും നടക്കില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി കാണുക അവര് പറയാറുണ്ട്. അപ്പൊ ചിലവരൊക്കെ പറയും ഇത് ചീത്തയായി, അപ്പൊ ഇത് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കും, നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കും, ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ. ഓക്കെ, അതുപോലെ തന്നെ വരട്ടെ നോക്കാം, അതന്നെ എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലായാലും എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ. ഇനി ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഈ മിഷൻ ഇല്ലാതെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കോ അല്ലെ. അതുപോലെ തന്നെ എത്ര രൂപ ചെലവ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ, എത്ര രൂപ ഇതിന് ചിലവ് വരുന്നുണ്ട്, ഇതില്ലാതെ ഹോസ്പിറ്റലിൽ പ്രവർത്തനം നടക്കൂലേ. അതുപോലെ തന്നെ എന്താണ് എല്ലാ ആവശ്യങ്ങളും ഏറ്റവും ആവശ്യം ഉള്ളത് മാത്രമേ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് പാടുള്ളൂ അല്ലെ. വീടുകളിലായാലും
ചിലപ്പോ 2 ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ മൂന്നാമതൊരു ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ല. നമ്മുടെ ആവശ്യത്തിന് എന്താണ് വേണ്ടത് അല്ലെ, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ അല്ലെ. അതിന്റെ ചെലവ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വരുമാനമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതൊക്കെ പറ്റുള്ളൂ അല്ലെ. നമ്മുടെ സാധാരണ കുടുംബമായതുകൊണ്ട് നമുക്കതൊന്നും നടക്കില്ല. സാധാരണ നിലയിൽ നമ്മൾ പോകണം അല്ലെ. അത് തന്നെയാണ്. അപ്പോ എന്താണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇതില്ലാതെയുള്ള പ്രവർത്തനം നടക്കില്ലേ? ഇതിന് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു രീതിയിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മുടെ ആവശ്യം മുൻകൂട്ടി കാണണം. ഇത് ആവശ്യമാണ്, ഇതില്ലാതെ പ്രവർത്തനം നടക്കില്ല, ഇതില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് ആകുമ്പോ എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടല്ലേ, ഇതെന്തായാലും വാങ്ങിക്കണം എന്ന രീതിയിലേക്ക് വന്നു. ഫോർകാസ്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യങ്ങൾ മുൻകൂട്ടി കാണുക. ഇനി ഇത് വാങ്ങിക്കണം എന്ന നിലയിലോട്ട് വന്നു, അതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടും, ക്യാഷ് എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്, എങ്ങനെയാണ് നോക്കി. അതാണ് സോഴ്സ് ഓഫ് ഫണ്ട്. നോക്കി, ലോൺ എടുക്കാം അല്ലേ, നമ്മൾ ലോൺ എടുത്ത് വാങ്ങിക്കാറുണ്ട് ഇല്ലേ. ഇപ്പൊ വണ്ടി, കാറ്, അതുപോലെ ബൈക്ക് അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ക്യാഷ് കൊടുക്കും, പിന്നെ EMI ആക്കും അല്ലെ. അത് തന്നെയാണ് ഇവിടെ. എന്താണ്, ലോൺ എടുത്ത് നമുക്ക് വാങ്ങിക്കാം. പിന്നെ എന്താണ്, ഡിപ്രീസിയേഷൻ ഫണ്ട്. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാല് നിലവിലുള്ള അസറ്റിന് മൂല്യശോഷണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു തുക. അതെങ്ങനെയാണ്, ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നീക്കി വെക്കാറുണ്ട്. ഓരോ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ, ബഡ്ജറ്റ് ഇത്ര സാധനങ്ങൾ, ഇന്ന സാധനങ്ങൾക്ക് ഇത്രയും തുക എന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റ് നമ്മൾ നീക്കി വെക്കാറുണ്ട്. അപ്പൊ ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ എടുത്ത് നമ്മൾ യൂസ് ചെയ്യും. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട്. ഇനി എന്താണ്, ക്യാപിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ലാഭം ഉണ്ടാവില്ല, പ്രോഫിറ്റ്, അതിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യും. അതിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. സ്പെസിഫിക് പർപ്പസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണം നീക്കി വെക്കാറുണ്ട്. ഇപ്പൊ സ്കൂളിലൊക്കെ കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കാനായിട്ട് ഇത്ര രൂപ നമ്മൾ നീക്കി വെക്കും, സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ. അപ്പൊ അതെന്താണ്, സ്കോളർഷിപ്പ് കൊടുക്കാൻ മാത്രമേ എടുക്കുള്ളൂ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ നീക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ്, ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്രയാണ് സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരുന്നത്. ലോൺ എടുക്കാം, ഡിപ്രീസിയേഷൻ ഫണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ഇനി എന്താ, ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ടല്ലേ. ആരൊക്കെയാണ്, ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD. HODയുടെ ഫുൾ ഫോം എന്താ, HODയുടെ ഫുൾ ഫോം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ, ഇവരൊക്കെയാണ് ഇത് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ അവര് എസ് പറയുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അവരുടെ തീരുമാനം എന്താണോ അതാണ് നമ്മളുടെ എന്താണ്, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല അല്ലെ. അങ്ങനെ പറയും. അപ്പൊ എന്താണ്, അവരുടെ തീരുമാനം എന്താണോ അതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് സപ്ലയർ. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്ലയറെ സെലക്ട് ചെയ്യണം അല്ലെ. സപ്ലയറെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇൻഫോർമേഷൻ ജനറേഷൻ, ഇൻഫോർമേഷൻ ഫ്രം എക്സ്പെർട്സ് ആൻഡ് പേഴ്സൺസ് ഹു ഡീൽ വിത്ത് ഇറ്റ്. അതായത് എക്സ്പേർട്ട് ആയിട്ടുള്ള, നമ്മളിപ്പോ ഒരു ഐറ്റം എന്തെങ്കിലും ഒരു ടിവിയോ കാറോ എന്തെങ്കിലും നമ്മൾ ഓടിച്ചിട്ട് നമ്മൾ വാങ്ങിക്കോ, ഇല്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും അല്ലെ. അല്ലെങ്കിൽ അറിയാവുന്ന, ഇപ്പൊ നമ്മളെ വീടിന്റെ അടുത്ത് ഇപ്പോ അങ്ങനത്തെ കാർ അല്ലെങ്കിൽ അങ്ങനത്തെ TV ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറിച്ച് ചോദിക്കും അല്ലെ. ഒപ്പീനിയൻ ചോദിക്കും, എങ്ങനെയാണ്, നല്ലതാണോ, എത്ര രൂപയായി, ഡിസ്കൗണ്ട് കിട്ടിയോ, അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ തരം വിവരങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും അല്ലെ, ആ പേഴ്സൺസിനോട് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട്, അറിയാവുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ച് നമ്മള് മനസ്സിലാക്കുന്നു. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ എന്താണ്, this is the instrument helpful
to our institution. ഇനി ഒന്നും കൂടി നമ്മൾ സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ ഒന്നും കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. ഈ ഐറ്റം വാങ്ങിക്കാനായിട്ട് ഉള്ള ആവശ്യകത നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഐറ്റം വാങ്ങിക്കേണ്ടതുണ്ടോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി പരിശോധിക്കുന്നു. ഇനി കമ്പാരിറ്റീവ് സ്റ്റഡി കമ്പയറിംഗ് കൊട്ടേഷൻസ് നമ്മൾ എന്ത് ചെയ്തു, ഈ എന്താണ് സബ്ഡറി സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊട്ടേഷൻസ് നമ്മൾ കമ്പയർ ചെയ്തു. നമ്മൾക്ക് യോജിച്ച നമ്മുടെ പ്രൈസിന് അല്ലെങ്കിൽ നമ്മുടെ ആ പ്രൊഡക്റ്റ് ആ റേറ്റിന്, നമ്മുടെ ഉദ്ദേശിച്ച റേറ്റിന് ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റിയിൽ തരുന്ന സപ്ലയർ ആരാണോ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി എന്താണ് ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ്. എന്താണ് ഫിനാൻഷ്യൽ അല്ലെ, ബഡ്ജറ്റിംഗ് തയ്യാറാക്കാം, അതുപോലെ തന്നെ പോസ്റ്റിംഗ് എത്ര രൂപയ്ക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതും നമ്മൾ തയ്യാറാക്കുന്നു. ഇനി എന്താ പർച്ചേസിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ, easy for the some equipment, space of room, protective measures like rough walls for X-ray rooms. ഇനി ചില എക്യുപ്മെന്റ്സിൽ എന്താണ് ഈ AC വേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ടാവും ഇല്ലേ, AC പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള സ്പേസുകൾ ഉണ്ടായിരിക്കണം, അത് വെക്കാനായിട്ടുള്ള റൂമിന് സ്പേസ് ഉണ്ടായിരിക്കണം, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. അപ്പൊ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതലങ്ങൾ ആവശ്യമുള്ള മെഷീൻസുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ക്യാപിറ്റൽ എക്യുപ്മെന്റ് സ്ഥാപിക്കാനായിട്ട്. ഒന്നല്ലെങ്കിൽ AC കാണണം, AC വർക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്പേസ്, അത് വെക്കാനായിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള സ്പേസ് ഉണ്ടോ, അതുപോലെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, പ്രൊട്ടക്റ്റീവ് പ്രതലങ്ങളാണോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ എന്താ ഈ സ്കാനിങ് മെഷീൻസിനൊക്കെ അത് വെക്കാനായിട്ടുള്ള ഒരു ഫ്ലോറിംഗ് വേണം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫ്ലോർ വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റേഡിയോളജിയിലൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റിൽ വരുന്നത്. വായിച്ചു നോക്കിയേ. കഴിഞ്ഞോ വായിച്ച്? നെക്സ്റ്റ് നോക്കാം കേട്ടോ. Maintenance of equipment, scientific approach to restrain the breakdown of an equipment is called maintenance. എന്താണ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയാനായിട്ടുള്ള ഒരു സയന്റിഫിക് അപ്രോച്ചിനെയാണ് നമ്മൾ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഉപകരണം എന്താണ് അതിന്റെ പ്രവർത്തനം
നിൽക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് പ്രത്യേക റിപ്പയർസും മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ? അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള രീതിയിലേക്ക് ആക്കും ഇല്ലേ? അതിനെയാണ്, അങ്ങനെ ഒരു സയന്റിഫിക് അപ്രോച്ചിനെയാണ് നമ്മള് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇനി 3 രീതിയിൽ നമുക്കത് ബ്രേക്ക് ഡൗൺ ആകുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഡിവൈഡ് ഇൻടു 3. പ്രിവെന്റീവ് ഡൺ ആണ് കേട്ടോ അവിടെ, DONE ഡൺ പീരിയോഡിക്കലി, ദാറ്റ് ഈസ് one in a year or 2. എന്താണ്? ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും റിപ്പയർസോ കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നമ്മള് കറക്റ്റ് ആക്കി മെയിൻ്റനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പീരിയോഡിക്കലി അത് ചെയ്തു പോവാം. അപ്പൊ അങ്ങനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിക്റ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തുക അല്ലെ? ഓക്കെ, ഡൺ ഫോർ ഫൈൻഡിങ് എ പാർട്ടിക്കുലർ പ്രോബ്ലം. എന്താണ് ആ മിഷന്? അതിന്റെ പ്രധാന പ്രോബ്ലം എന്താണ്? അത് എന്താണ് റിപ്പയർസിന്റെ ചെയ്യാനായിട്ടുള്ള പ്രധാന പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. എന്താണ് പ്രോബ്ലം ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് പരിഹരിക്കണം. പിന്നെന്താ? ബ്രേക്ക് ഡൗൺ. The mission will be break down and will not work. Activity or not completed here. Ideal time and most high. എന്താ പറയുന്നത്? ഈ മിഷൻ ബ്രേക്ക് ഡൗൺ ആയി അല്ലെ? എന്താണ്? അതിന്റെ പ്രവർത്തനം നിന്നുപോയി, നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് ആകുമ്പോ എന്താണ്? അത് ഒട്ടും പ്രവർത്തിപ്പിക്കില്ല അല്ലെ? പ്രവർത്തനങ്ങൾ നടക്കില്ല അല്ലെ? മിഷൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്. അതിന്റെ പ്രവർത്തനം നടക്കില്ല എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഡൗണിലേക്ക് പോയല്ലേ? അപ്പോ എന്താണ്? ഒരു കാര്യങ്ങൾ ക്യാപിറ്റലേക്ക് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ശരിയാക്കാനായിട്ട് പറ്റില്ല അല്ലെ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ അത് വളരെ വിലപിടിപ്പുള്ള ഐറ്റംസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യാനായിട്ട്, ഇപ്പൊ കാറായാലും അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നാല് അപ്പൊ തന്നെ നമുക്ക് ചെയ്ത് കിട്ടും. റിപ്പയർസ് മെയിൻ്റനൻസ് വർക്ക് ഇല്ല, ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം പിടിക്കും അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്, അതിന്റെ പ്രവർത്തനം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഹൈ ആവും ഇല്ലേ? റിപ്പയർസ് വർക്കിന് അതിന് കൊടുക്കുന്ന കോസ്റ്റ് ഹൈ ആയിരിക്കും. ഐഡിയൽ ടൈം അത് നമ്മൾ കൊടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ടൈം എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? അത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് കിട്ടില്ല, നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടില്ല. റിപ്പയർസ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ, അതിന് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, പ്രവർത്തനങ്ങള് നിലച്ചു പോയാല് അതിന്റെ കോസ്റ്റ് ഹൈ ആവും, ടൈമും ഐഡിയൽ ടൈമും ഹൈ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രേക്ക് ഡൗൺ ആകുന്നതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് പ്രിവെന്റീവ് ഉണ്ട്, ഡിക്റ്റേറ്റീവ് ഉണ്ട്, ബ്രേക്ക് ഡൗൺ ഉണ്ട്. നമുക്ക് എടുത്ത് നിർത്താം കേട്ടോ, വായിച്ചു നോക്കാം. മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ് മെയിൻ്റനൻസ് എന്നുള്ളത്? ഡിവൈഡ് ഇൻടു 3 ഉണ്ട്. ഏതൊക്കെയാണ്? പ്രിവെന്റീവ്, ഡിക്റ്റേറ്റീവ്, ബ്രേക്ക് ഡൗൺ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. അപ്പൊ നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.